ഹലോ, ആ ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ റാണിയുടെ കെമിസ്ട്രി പ്രൊഫസറാ. ആ കുട്ടി ഫോണിലൊന്ന് കിട്ടുമോ? എന്താ സാർ, പ്രശ്നമല്ലോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ആ കുട്ടി ഒരു സംശയം ചോദിച്ചിരുന്നു. ഞാനത് റെഫർ ചെയ്തിട്ട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിരുന്നു. അവൾ എന്നാ സംശയം ചോദിച്ചത്? അത് പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം എന്താന്ന്. എടി ബുദ്ധൂസെ, സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം നിനക്ക് അറിയത്തില്ലയോടി? അറിയാതെ പിന്നെ H2SO4. ഡാ സൾഫ്യൂരിക് ആസിഡേ, നീ നേരിട്ടിങ് വന്നേച്ചാ മതി. ഒരു ജാറ സൾഫ്യൂരിക് ആസിഡ് മോന്തൊക്കെ ഒഴിച്ചു തരും. അപ്പൊ അറിയടാ നിനക്ക് അതിന്റെ രാസനാമം എന്നാന്ന്. അയ്യോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ച് ഒരുമാതിരി നമ്പർ ഇടാൻ നോക്കിയാലുണ്ടല്ലോ പന്ന. എന്നതാ കുട്ടൻസേ? ഏതോ ഒരുത്തൻ ശബ്ദം മാറ്റി നിന്റെ പ്രൊഫസർ ആണെന്ന് പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം പറഞ്ഞു തരണം പോലും നിനക്ക്. ഓ, അത് കോളേജിൽ ഏതെങ്കിലും തലതെറിച്ച പയ്യന്മാരായിരിക്കുന്നേ. ആണോ? എങ്കിൽ മോളിനി കുറച്ചു നേരത്തേക്ക് ഫോൺ എടുക്കണ്ട. ഇന്ന് ഞാൻ അവനെ നോക്കും. പന്ന പുന്നാര മോനെ, നിന്റെ തന്തയുടെ മറ്റേ എന്തൊക്കെ വൃത്തിയായി പറയുന്നേ? അയ്യോ, നീയായിരുന്നോ? സോറിടാ, ആള് മാറിപ്പോയതാ. ആരോടായാലും ഈ ഭാഷയിലാണ് സംസാരിക്കുന്നേ. ഇത്തരം വികട സരസ്വതി വിളമ്പുന്നവരെ കാണുന്നതന്നെ ദേഷ്യം എനിക്ക്. പിണങ്ങാതടി മോളെ. എന്നതാ എന്നതാ? വേണമെങ്കിൽ നേരിട്ട് വന്നൊരു സോറി തരാം. പോരായോ? വേണ്ട വേണ്ട, ഇനി എന്നെ കാണാൻ സംസാരിക്കുക ഒന്നും വേണ്ട. ഓ, ഒരു കെമിസ്ട്രി പ്രൊഫസറും അവന്റെ ഒടുക്കത്തെ രാസനാമവും. ഓ, പിള്ളേരെ, കറണ്ട് പോകാൻ സമയമായി. തിരികെത്തിച്ചോളൂ. ചേച്ചി, ആ തിരിങ്ങെടുത്തേ. ദാ വരുന്നു. വേഗം, സമയായി. ഓ, കൃത്യം. എടുത്താതെ കൊണ്ട് വെക്ക് പിള്ളേരെ. ഇത് ഞാനാ കുട്ടപ്പായി, നോക്ക്. ഒന്നുമില്ല, മുന്ത താഴെ വീണതാ. ചേച്ചി, ഞാൻ വെട്ടം കൊണ്ടുവരാം. എന്നതാ ചേച്ചി? നാശം, ഒരു പൂച്ച എടുത്ത് ചാടിയതാ. ഒരു കള്ളപ്പൂച്ച ഇറങ്ങി നടപ്പുണ്ട്. കയ്യെ കിട്ടി അതിനെ തല്ലി കാലൊടിക്കണം. അത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കറണ്ട് വരട്ടെ ചേച്ചി. കറണ്ടൊക്കെ വന്നോളൂ, പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. നടുറോഡിൽ വണ്ടി ഇട്ട് കളിക്കുന്നോടാ, എടുത്ത് മാറ്റടാ പുല്ലേ. സാറേ, ബ്രേക്ക് ജാമായതാ. വണ്ടി റിവേഴ്സ് എടുത്ത് മാറ്റണം. നിന്നോടാ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റിയിടാ. സാറേ, നാശം പിടിക്കാൻ ഒന്ന് ഇറങ്ങി വന്ന് തള്ളടോ. വാടോ. പിടിക്കേ, വാ. ആ ലോറിക്കാരനെ പൊക്കെ എടുത്ത് ജീപ്പിക്കറ്റ്. നോ എക്സ്പ്ലനേഷൻസ്. സർ, വളരെ വിവാദമായ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സർ, കോടതിയിൽ ഹാജരാൻ കൊണ്ടുപോകുന്ന വഴി വളരെ അപ്രതീക്ഷിതമായി. നിങ്ങൾ എന്ത് വിശദീകരണം നൽകിയിട്ട് ഒരു കാര്യമില്ല. ഉടനെ തുറപ്പൻ ജോസിനെ എവിടെ നിങ്ങൾ തപ്പിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. സർ, യു ക്യാൻ ഗോ നൗ. അതെ, തേവക്കാട്ടുന്ന് പറഞ്ഞാൽ മതി, മിനിസ്റ്റർക്ക് മനസ്സിലാവും. ആ, മിനിസ്റ്റർ ആണോ? ഇത് തേവക്കാട്ട് കുരുവിളയാ. ഞാൻ അപ്പുറം കൊടുക്കാം. എന്നതാണോ ഇപ്പൊ ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ? എന്റെ അവറാച്ചായ പരിഭവം ഒന്നും തോന്നരുത്. അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഞാൻ വിളിച്ചത് നമ്മുടെ പോളിന്റെ കാര്യം പറയാനാ. അവന്റെ കയ്യിൽ നിന്നാണല്ലോ മറ്റേ പ്രതി ചാടിപ്പോയത്. അതിന്റെ പേരിൽ ചെറുക്കനൊരു തട്ടുകേടുണ്ടാകാതെ താൻ നോക്കിക്കോണം. പ്രതിയെ എങ്ങനെയെങ്കിലും പിടിക്കാതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല. എന്നാപ്പാ? ചാടിപ്പോയവനെ പിടിക്കാതെ ഒരു പരിഹാരം ഇല്ലെന്നാ മിനിസ്റ്റർ പറയുന്നേ. ഒന്നിനു പുറകെ ഒന്നായിട്ടാകെ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ. ഇനിയിപ്പോ എന്നാ ചെയ്യും? മണിക്കൂർ വെച്ച് സ്റ്റേറ്റ് വിടുന്ന എന്നെ തൊരപ്പൻ. പോളച്ചൻ ഇവിടെ കിടന്ന് ജീപ്പ് ഓടിച്ചോണ്ട് ഒരു കാര്യമില്ല. തൊരപ്പൻ എവിടെയാണെന്ന് അറിയണേല് ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. എന്നതാടാ? കീരിയെ പിടിക്കണം.
ഇച്ചാഞ്ചൽ. കീരിയെ ഇതാര് മാത്തച്ഛ മുതലാളിയോ? എന്നതാടാ വല്ലതും തടഞ്ഞോ? എവിടെ നിന്ന്? ഇത് സ്കൂട്ടാ. നീ വന്ന ഒരു കോളുണ്ട്. വാടാ. എന്നതാ വല്ലതും തടയുന്ന ഏർപ്പാടാന്നു? അതൊക്കെ നിന്റെ യോഗം പോലെ ഇരിക്കും. തരാ റെഡി ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെങ്ങനെ വേണോന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. എന്നാ മുതലാളി സംഗതി? സംഗതി നിസ്സാരം. അറിഞ്ഞു കാണും തൊരപ്പൻ ചാടിപ്പോയത്. അവൻ ഏത് മാളത്തിലാണെന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. കാര്യം ശരിയാ. അവൻ എന്റെ അടുത്ത സുഹൃത്താണേലും മുങ്ങിയത് എങ്ങോട്ടാണെന്ന് എന്റെ അമ്മച്ചിയാണ് എനിക്കറിയത്തില്ല. സത്യം. അതിനാ മുതലാളി അറിയാമെങ്കിൽ പറയത്തില്ലൂ. എന്നാ വായിച്ചേ, ഇവന് കിട്ടാനുള്ള യോഗം ഇല്ലെന്ന് കരുതിയാ മതി. വന്നു കയറിയ സൗഭാഗ്യം നീ തട്ടിക്കളഞ്ഞിടാ കീരി. മുതലാളി ഒന്ന് നിന്നേ. നിന്നു എന്നാടാ? അല്ല പറഞ്ഞാ എന്നാ തരും? അത് കുട്ടപ്പായ തീരുമാനിക്കുന്നത്. കുട്ടപ്പായേ ഇവൻ എത്ര കൊടുക്കാനാ ഉദ്ദേശം? കീരിക്ക് എത്ര വേണം? അല്ല ഈ ഒറ്റല് വലിയ വഞ്ചനയാ. അപ്പൊ കാശ് ഇച്ചിരി കൂടും. ഒരു 50. അയ്യോ, അത് നീ താങ്ങത്തില്ല. എന്നാ ഒരു 25. ഞാൻ മധ്യസ്ഥം പറയാം. വെറുതെ അധികം ഭാര്യ വലിച്ചൊന്നും മേടിക്കണ്ട. കയ്യോടൊരു 15 കൊടുത്തു തരും. എന്നതാ? 15 വേണ്ട. ഹ, തന്നിട്ട് പറഞ്ഞാ മതിന്നേ. ഞങ്ങൾക്ക് ഒരു ധൃതിയുമില്ല. അപ്പൊ 15-നല്ലേ ഉറപ്പിച്ചേ? കുട്ടപ്പായി ഞാൻ കൊടുത്തരടാ. അപ്പൊ ഇച്ച എണ്ണീക്കോ. ആ. 1 2 3 4 5 6 7 8 9. ഓ അയ്യോ, ഈശോയെ 9 കിട്ടിയപ്പോഴേ നീ അണച്ചു. എന്നിട്ടാണോ 50 ചോദിച്ചത്? എന്റെ പുണ്യാളച്ച 50 കൊടുത്തിരുന്നേ ആംബുലൻസ് വേണ്ടി വന്നാൽ. പറയടാ, എവിടെയാ തൊരപ്പൻ? നീ പേടിക്കണ്ട, നിന്നെ സുരക്ഷിതമായി ഞങ്ങൾ ഈ സ്റ്റേറ്റ് കടത്തി തന്നേക്കാം. പോരെ? അത് മതി. കംപ്ലീറ്റ് വാഹനങ്ങളും പോലീസ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക. 2-3 ദിവസത്തേക്ക് നീ ഇവിടെ നനങ്ങണ്ട. ഇങ്ങോട്ടൊരു ഈച്ച പോലും കിടക്കില്ല. അയ്യോ, ഇതാണോ തുറപ്പൻ? തുറപ്പനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അരിച്ചാക്ക് തുറക്കുന്ന തുറപ്പനാണെന്ന്. പോലീസുകാരിട്ടിരിക്കുന്ന സ്ഥാനപ്പേരാടൂ തുറപ്പനെന്ന്. പിടികൊടുക്കാതെ എവിടുന്നും മുങ്ങുന്ന മിടുക്കനായവൻ അവസാനം നമ്മുടെ കെണി വന്ന് കുടുങ്ങി. പോലീസ് ഇത് മുതലാളി എന്നെ രക്ഷപ്പെടുത്തിയ എന്തിനാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അതെ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാവും. ഭീകര സംഭവങ്ങൾ ആകാശത്ത് വലിയ അടയാളങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തോരപ്പനൊരു അടയാളം മാത്രം. തേവക്കാട്ടെ സർക്കിളേമാന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള ചെറിയൊരു അടയാളം. അതിനു വേണ്ടിയാ നിന്നെ ഞങ്ങൾ പൊക്കിയത്. ഇതെന്നാ ബുദ്ധിയാ മുതലാളി? മുതലാളി, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. മുതലാളിയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഞാൻ നോക്കിയിട്ട് മുതലാളിക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്. ഭാവി അങ്ങ് എവിടം വരെ പോവും? മുഖ്യമന്ത്രിയാ? ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ നിന്നാലുണ്ടല്ലോ പ്രധാനമന്ത്രി വരെ എത്തിക്കും ഞാൻ. എടാ ആൻഡ്രൂസേ, എന്താ ചേട്ടായി? ഇവനെ നീ തല്ലുവോ അതോ ഞാൻ തന്നെ തരണോ? അതെ, താൻ ഞങ്ങൾക്ക് ഭാവി വളർത്താൻ നോക്കണ്ട. തന്നെ മുന്നിൽ നിർത്തി ഞങ്ങൾ കളിക്കുമ്പോ കിട്ടും നോക്കാം, അങ്ങ് നക്കിയാ മതി. മതി, സീരിയസ് ആക്കണ്ട വിട്ടാലേ. മുതലാളി എന്റെ കാര്യം എങ്ങനെയാ? പേടിക്കാതെടോ. ബോംബെയിൽ ഒരു സേട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് അയക്കാം. അതുവരെ നീ ഇവിടെ സുരക്ഷിതനാ. നിന്നെ ഇവിടെ ഊരിക്കൊണ്ടുപോകാൻ തക്ക ചങ്കുറപ്പുള്ള ഒരു മോനും തേവക്കാട്ടവറാച്ചന് ജനിച്ചിട്ടില്ല.